Hello everyone, my name is Muhammad Arif Nisamuddin and I'm a final year student of AIMS Nagpur. I got in through NEET 2020 and my rank was 3075. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ ആണ്. നമ്മൾ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ NCERT വായിച്ച് നമുക്ക് പോകാം. The existence of atoms has been proposed since the time of early Indian and Greek. ഇപ്പൊ ആദ്യം ചാപ്റ്ററിൽ ആറ്റം സ്ട്രക്ചറിന്റെ ഒരു ഹിസ്റ്ററി, ഒരു ബ്രീഫ് ഹിസ്റ്ററി പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കാം. എന്താണ് ആദ്യം 400 BC ഇന്ത്യൻ ഗ്രീക്ക് ഫിലോസഫി ആ കാലം തൊട്ട് തന്നെ ആറ്റംസ് ആണ് മാറ്ററിന്റെ ഫണ്ടമെന്റൽ ബ്ലോക്സ് എന്ന് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദം the continued subdivisions of matter would ultimately yield atoms which would not be further divisible. ഇപ്പൊ എന്താണ് ഒരു മാറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നത്. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഏറ്റവും ചെറിയ യൂണിറ്റ്, അതായത് ആ യൂണിറ്റിനെ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റിനെ അവർ വിളിച്ചാണ് എന്ത്, അതാണ് ആറ്റം എന്ന് പറഞ്ഞു. ദ വേർഡ് ആറ്റം ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് അറ്റോമിയോ വിച്ച് മീൻസ് അൺകട്ടബിൾ ഓർ നോൺ ഡിവിസിബിൾ. അപ്പൊ ആറ്റം എന്നുള്ള വാക്ക് എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, ഗ്രീക്ക് വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, ഇനി മുറിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇനി വിഭജിക്കാൻ പറ്റാത്തത്. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ആറ്റം എന്ന് പറയുന്നത് മാറ്ററിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്, ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് അവർ പറഞ്ഞു. ദീസ് ഏർലിയർ ഐഡിയാസ് വേർ മിയർ സ്പെക്കുലേഷൻസ് ആൻഡ് ദെയർ വാസ് നോ വേ ടു ടെസ്റ്റ് ദം എക്സ്പെരിമെന്റ്. അപ്പൊ ആ സമയത്ത് ഇതാണ് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള അവരുടെ മെത്തേഡ്സ് ഒന്നും അവരുടെ ഇല്ലായിരുന്നു, വെറും ഐഡിയാസ് ആയിരുന്നു. ദീസ് ഐഡിയാസ് റിമെയിൻ ഡോർമെന്റ് ഫോർ എ വെരി ലോങ് ടൈം ആൻഡ് വെർ റിവൈവ്ഡ് അഗൈൻ ബൈ സയന്റിസ്റ്റ് ഇൻ ദി 19th. അപ്പൊ 19th സെഞ്ചുറി എത്തിയപ്പോഴാണ് ഇപ്പൊ ആറ്റംസ് ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി സയന്റിസ്റ്റ് ഒരുങ്ങിയത്. അപ്പൊ ആദ്യം ദി അറ്റോമിക് തിയറി ഓഫ് മാറ്റർ വാസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ഓൺ എ ഫേം സയന്റിഫിക് ബേസിസ് ബൈ ജോൺ ഡാൾട്ടൺ, എ ബ്രിട്ടീഷ് സ്കൂൾ ടീച്ചർ ഇൻ 1808. His theory, called Dalton's atomic theory, regarded the atom as the ultimate particle of matter. ഇപ്പൊ എന്താണ് 1808 ഡാൾട്ടൺ ആണ് എന്താണ് അറ്റോമിക് തിയറി ഓഫ് മാറ്റർ കൊണ്ടുവന്നത്. അപ്പൊ അതിന് അറിയപ്പെടുന്ന എന്താണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അതാണ് എന്താണ് ഒരു മാറ്ററിന്റെ ഒരു അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ എല്ലാ മാറ്ററും ആ ഒരു പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എന്നുള്ള തിയറി ആദ്യമായിട്ട് 19th സെഞ്ചുറിയിൽ കൊണ്ടുവന്ന ആരാണ്, ഡാൾട്ടൺ ആണ് കൊണ്ടുവന്നത്. Dalton's atomic theory was able to explain the law of conservation of mass, law of constant composition and law of multiple proportion very successfully. ഇതെല്ലാം നമ്മൾ എന്താണ് സം ബേസിക് കോൺസെപ്റ്റ്സിൽ പറയുന്നതാണ് ഈ തിയറീസ്. അപ്പൊ ഈ തിയറീസിനെ എല്ലാം എന്താണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി ഇതെല്ലാം എന്താണ് ഒബേ ചെയ്യുന്നത്. However, it failed to explain the results of many experiments. For example, it was known that substances like glass or ebonite, when rubbed with silk or fur, get electrically charged. എന്താണ് ഇപ്പൊ നമ്മള് ഗ്ലാസ് നമ്മൾ എന്തെങ്കിലും ഒരു തുണിയിൽ ഇങ്ങനെ എന്താണ് നമ്മൾ ഉരച്ചാൽ എന്താണ് അതിന് ചാർജ് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പൊ ഈ സാധനങ്ങളൊന്നും നമ്മുടെ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ ചാർജ് കിട്ടുന്ന എന്തുകൊണ്ടാണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇൻ ദിസ് യൂണിറ്റ് വി സ്റ്റാർട്ട് വിത്ത് ദി എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസ് മേഡ് ബൈ സയന്റിസ്റ്റ് ടുവേർഡ് ദി എൻഡ് ഓഫ് 19th and beginning of 20th century. This established that atoms are made of subatomic particles, that is electrons, protons and neutrons. എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, 19th സെഞ്ചുറിയിലും 20th സെഞ്ചുറിയിലും ഒരു കൊണ്ടുവന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് ആറ്റത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, എന്താണ് യൂണിറ്റ് ആറ്റം ആണെന്നുള്ളത്. അതിനകത്ത് മാത്രമല്ല ആറ്റമല്ല, അതും വീണ്ടും ഡിവൈഡ് ചെയ്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇങ്ങനെയുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസും എന്താണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെയാണ് കൊണ്ടുവന്നുള്ളത് അതിന്റെ ഹിസ്റ്ററിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ subatomic particles discovery എങ്ങനെയാണ് ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. An insight into the structure of atom was obtained from experiments on electrical discharge through gases. Before we discuss these results, we need to keep in mind a basic rule regarding the behavior of charged particles. Like charges repel each other and unlike charges attract each other. എന്താണ് ഇപ്പം subatomic particles ഡിസ്കവറി നടന്നത് എങ്ങനെയാണ്, നമ്മൾ ഗ്യാസസിലൂടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കടത്തിവിട്ടാണ് അതിന്റെ എക്സിസ്റ്റൻസ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പൊ എക്സ്പെരിമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ആദ്യം ഇലക്ട്രോൺ ഡിസ്കവറിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ഇതിന്റെ ഡിസ്കവറി നടക്കുന്നത് മൈക്കിൾ ഫാരഡേ showed that if electricity is passed through a solution of an electrolyte, chemical reactions occurred at the electrodes, which results in the liberation and deposition of matter at the electrodes. ഇപ്പൊ എന്താണ് മൈക്കിൾ ഫാരഡേ എന്താണ് ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് പാസ് ചെയ്ത് എന്താണ് ഇലക്ട്രോഡ്സിൽ നിന്ന് സബ്സ്റ്റൻസിനെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഇതിലൂടെ എന്താണ് മാറ്റർ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്, ഈ ചാർജ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനത്തെ ലോസ് ഒക്കെ നമ്മൾ എന്താണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ റിസൾട്ട്സിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിൽ എന്താണ് പാർട്ടിക്കുലേറ്റ് നേച്ചർ ഉണ്ട് എന്ന് മൈക്കിൾ ഫാരഡേക്ക്
In mid 1850s, many scientists, mainly Faraday, began to study electrical discharge in partially evacuated tubes known as cathode ray discharge tube. ഫാരഡേ നടത്തിയ എക്സ്പെരിമെന്റ് ഏതിനാണ് നടത്തിയത്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ഉപയോഗിച്ചാണ് അവർ നടത്തിയത്. അപ്പൊ അതിന്റെ ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കോടാ, നോക്കുകയാണെങ്കിൽ എന്താണ് കാഥോഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രഷർ എന്ന് പറയുന്ന അവർ കുറച്ച് ഒരു ഗ്യാസ് അവർ ഫില്ല് ചെയ്തു. ഏതെങ്കിലും ഒരു ഗ്യാസ് അവർ ഫില്ല് ചെയ്തു. ഇപ്പൊ എന്താണ് ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡിന് നമ്മൾ കാഥോഡ് എന്ന് പറഞ്ഞു, പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്. ഇങ്ങനെ സെറ്റപ്പിൽ എന്താണ് പ്രഷർ കുറച്ചു എന്നിട്ട് ഇതിലൂടെ നമ്മൾ കറണ്ട് എന്താണ് കടത്തി വിടുന്നത്. അതാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പെരിമെന്റ് എങ്ങനെ നമുക്ക് നോക്കാം. A cathode ray tube is made of glass containing two thin pieces of metal called electrodes. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിനകത്ത് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇത് പറഞ്ഞു ഓൾറെഡി. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡ് നമ്മൾ കാഥോഡ് എന്നും പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡ് നമ്മൾ ആനോഡ് എന്നും വിളിച്ചു. ഈ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ത്രൂ ദി ഗ്യാസസ് could be observed at very low pressures and at very high voltages. അപ്പൊ എന്താണ് നമ്മൾ ഈ ഗ്ലാസ് ട്യൂബിനെ ഒരു വാക്വം പമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് വാക്വം പമ്പ് വഴി നമുക്ക് ഇതിനകത്ത് പ്രഷർ നന്നായി കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല വോൾട്ടേജ് നമ്മൾ വളരെ ഹൈ ആയിട്ട് കൊടുത്തു. ഹൈ വോൾട്ടേജ് ആണ്, മാത്രമല്ല ഇതിനകത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടക്കുന്നത് ഒബ്സർവ് ചെയ്യാൻ പറ്റി. എന്താണ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് കുറച്ച് പാർട്ടിക്കിൾസ് പോകുന്നു എന്ന് നമ്മൾ കാണിക്കാൻ പറ്റി. എങ്ങനെ? The pressure of different gases could be adjusted by evacuation of the glass tubes. When sufficiently high voltage is applied across the electrodes, current starts flowing through a stream of particles moving in the tube from negative to the positive electrode. ഇപ്പൊ എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ്, എന്താണ് കാഥോഡിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ് ആനോഡിലേക്ക് കുറച്ച് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്ത് അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ റേസിന് ഈ ഉണ്ടായ പാർട്ടിക്കിൾസിന് എന്താണ് അവര് കാഥോഡ് റേസ് എന്ന് വിളിച്ചു. എന്താണ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോയെന്നായിട്ട് കണ്ടു, അതുകൊണ്ട് അതിനെ കാഥോഡ് റേസ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ് എന്ന് വിളിച്ചു. The flow of current from cathode to anode was further checked by making a hole in the anode and coating the tube behind anode with phosphorescent material zinc sulfide. ഇവിടെ എന്താണ് അവർ ചെയ്തത്? ഇവർക്ക് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പാർട്ടിക്കിൾസ് പോയി എന്ന് എങ്ങനെ മനസ്സിലായി? ഒരു ആനോഡ് ഇലക്ട്രോണിൽ അതിനകത്ത് അവർ കുറെ ഹോൾസ് ഉണ്ടാക്കി. അപ്പൊ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പാർട്ടിക്കിൾ വരുമ്പോൾ പാർട്ടിക്കിൾ ഈ ഹോളിലൂടെ പോകും. ഹോളിലൂടെ പോയിട്ട് എന്താ ഈ ഗ്ലാസ് ട്യൂബിന്റെ ബാക്കിൽ ഇവര് ഫോഴ്സ് മെറ്റീരിയൽ ഇവിടെ ഒരു മെറ്റീരിയൽ ഇവിടെ എന്താണ് അവർ ഉപയോഗിച്ചത്? സിങ്ക് സൾഫൈഡ് ആണ്. ഈ പാർട്ടിക്കിൾ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഗ്ലോ കാണാൻ പറ്റും. ഇതാണ് പറയുന്നത്. When these rays after passing through anode strike the zinc sulfide coating, a bright spot is developed on the coating. ആനോഡ് റേസ് കാഥോഡ് റേസ് കാഥോഡിൽ നിന്ന് ഇപ്പുറത്ത് എത്തുമ്പോൾ സിങ്ക് സൾഫൈഡിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ എന്താ അവിടെ ഗ്ലോ കാണാൻ പറ്റി. അപ്പൊ അങ്ങനെയാണ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പാർട്ടിക്കിൾസ് വരുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എന്താണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് വെച്ചാണ് ഇവർ എക്സ്പെരിമെന്റ് നടത്തിയത്. എന്താണ് ഇവിടെ പ്രഷർ വളരെ ലോ ആണ്, ഹൈ വോൾട്ടേജ് ഉപയോഗിച്ചു, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണിനെ കാഥോഡ് നമ്മൾ വിളിച്ചു, പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ നമ്മൾ ആനോഡ് എന്ന് വിളിച്ചു. എന്നിട്ട് നമ്മൾ സർക്യൂട്ട് ഓൺ ചെയ്യുമ്പോൾ എന്താണ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് കുറച്ച് പാർട്ടിക്കിൾസ് പോകുന്നതായിട്ട് കാണാൻ പറ്റി. അഥവാ എങ്ങനെ ഒബ്സർവ് ചെയ്തു? ആനോഡിന്റെ ബാക്കിൽ ഒരു ട്യൂബിൽ എന്താണ് ഫോസ്ഫറസൻ മെറ്റീരിയൽ ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തു. അപ്പൊ ഈ പാർട്ടിക്കിൾസ് ആനോഡിൽ കുറെ ഹോൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ആനോഡിലൂടെ കടന്നു ചെന്ന് ആ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള അവിടെ സർഫസിൽ പോയി ഇടിക്കുമ്പോൾ അവിടെ ഗ്ലോ കാണാൻ പറ്റി. അപ്പൊ അങ്ങനെയാണ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പാർട്ടിക്കിൾസ് പോകുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. കാഥോഡിൽ നിന്നാണ് ഈ പാർട്ടിക്കിൾസ് ഒറിജിനേറ്റ് ചെയ്തത്, അതുകൊണ്ട് അതിനെ കാഥോഡ് റേസ് അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ് എന്ന് അവർ വിളിച്ചു. ഇതാണ് ഈ എക്സ്പെരിമെന്റിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ ഉണ്ടാക്കിയെടുത്ത റിസൾട്ട്സ് എന്താണ്, ഫൈൻഡിങ്സ് എന്താണ് നമുക്ക് നോക്കാം. The cathode rays start from cathode and move towards the anode. കാഥോഡിൽ നിന്ന് തുടങ്ങി ആനോഡിലേക്ക് എത്തുന്നു എന്ന് അവർ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ എന്താണ്? These rays themselves are not visible, but their behavior can be observed with the help of certain kind of materials which glow when hit by them. ഇപ്പൊ എന്താണ് ഈ റേസ് പോകുന്നുണ്ട് നമുക്ക് നേക്കഡായി കൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ വെറുതെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ റേസ് പോകുന്ന നമുക്ക് കാണാൻ പറ്റില്ല.
നമ്മൾ ഇവിടെ ഫോസ്ഫറസിന്റെ ആയിട്ടുള്ള മെറ്റീരിയൽ സിങ്ക് സൾഫൈഡ് അവിടെ ഉപയോഗിച്ചു, അവിടെ ഹിറ്റ് ചെയ്തപ്പോൾ ഗ്ലോ ഉണ്ടായി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ പാർട്ടിക്കിൾസ് പോകുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഈ പ്രോപ്പർട്ടി എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ പണ്ടത്തെ എന്താണ് പിക്ചർ ട്യൂബ്സ്, ടെലിവിഷൻ പിക്ചർ ട്യൂബ്സിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പെട്ടി പോലത്തെ ടിവിയിൽ കണ്ടിട്ടുണ്ട്, പഴയ ടിവിയിൽ. അതിനകത്ത് നമ്മൾ ഈ കാഥോഡ് റേ ട്യൂബ്സ് ആണ് ഉപയോഗിക്കുന്നത്. ടെലിവിഷൻ പിക്ചർ ട്യൂബ്സ് ആർ കാഥോഡ് റേ ട്യൂബ്സ് ആൻഡ് ടെലിവിഷൻ പിക്ചേഴ്സ് റിസൾട്ട് ഡ്യൂ ടു ഫ്ലൂറസൻസ് ഓൺ ദി ടെലിവിഷൻ സ്ക്രീൻ കോട്ടഡ് വിത്ത് സർട്ടൻ ഫ്ലൂറസെന്റ് ഓർ ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽ. സോ ഇതേ സാധനമാണ് ആ ടിവികളിൽ ഉപയോഗിച്ചിരുന്നത്. എന്താണ് ഇതേപോലെ പാർട്ടിക്കിൾസ് വരുന്നു, അവർ ടിവിയുടെ സ്ക്രീനിന്റെ ബാക്കിൽ എന്താണ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കാണും. അപ്പൊ അവിടെ വന്ന് ഈ പാർട്ടിക്കിൾസ് ഇടിക്കുമ്പോൾ അവിടെ ഫ്ലൂറസൻസ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് പിക്ചർ ഫോം ചെയ്യുന്നത്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ് ദീസ് റേസ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻസ്. ഇപ്പൊ നമ്മളിവിടെ ഈ എക്സ്പെരിമെന്റിൽ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള കാഥോഡ് റേസ് സ്ട്രേറ്റ് ആയിട്ട് ആനോഡിലേക്ക് തന്നെ എത്തും. ഇൻ ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് ഫീൽഡ് ദ ബിഹേവിയർ ഓഫ് കാഥോഡ് റേസ് ആർ സിമിലർ ടു ദാറ്റ് എക്സ്പെക്ടഡ് ഫ്രം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പൊ എന്താണ് ഇലക്ട്രിക്കലോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുമ്പോൾ ഈ റേസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെ ബിഹേവ് ചെയ്യുമോ അങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. മാത്രമല്ല ആ പാർട്ടിക്കിൾസിനെ അവര് ഇലക്ട്രോൺസ് എന്ന് വിളിച്ചു. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ്സ് ആൻഡ് ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് പ്രസന്റ് ഇൻ ദി കാഥോഡ് റേ ട്യൂബ്. അപ്പൊ നമ്മള് എന്താണ് ഈ കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ്, നമ്മൾ ഇതിനകത്ത് ഏത് ഗ്യാസ് ആണോ ഫില്ല് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഇലക്ട്രോണിന്റെ മെറ്റീരിയൽ ഏതാണ് അതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിപ്പോ ഗ്യാസ് ഏത് മാറ്റിയാലും മെറ്റീരിയൽ ഏതാണെങ്കിലും എന്താണ് പ്രോപ്പർട്ടീസ് എപ്പോഴും ഒരേപോലെയാണ് നിൽക്കുന്നത്. കാരണം എന്താണ് ഡിഫ്ലക്ഷൻ, ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ നമ്മൾ വെക്കുമ്പോൾ ഈ കാഥോഡ് റേ ട്യൂബ്സ് എന്താണ് കൂടുതൽ ഡിഫ്ലക്ഷനോ കുറവ് ഡിഫ്ലക്ഷനോ ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ ഏത് മെറ്റീരിയൽ ഏത് ഗ്യാസ് ആണോ ഏത് ഇലക്ട്രോഡോ ഫീൽഡിന്റെ വാല്യൂ എങ്ങനെയാണെങ്കിലും എന്താണ് ആ ഫീൽഡിന്റെ അനുസരിച്ചാണ്, അല്ലാണ്ട് ഗ്യാസിന്റെ ഒരു പ്രോപ്പർട്ടിയും ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല. Thus, we can conclude that electrons are basic constituent of all the atoms. എന്താണ് ഇപ്പൊ ഏത് ആറ്റം ആണെങ്കിലും ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ബേസിക് കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ആറ്റം ടു ആറ്റം ഇലക്ട്രോണിന്റെ പ്രോപ്പർട്ടി മാറുന്നില്ല. അതാണ് ഇതിലൂടെ അവർ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് ഈ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് കിട്ടിയ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത് എന്താണ് ഇ ബൈ എം റേഷ്യോ. നമ്മൾ ഇലക്ട്രോണിന്റെ ചാർജിനെ സ്മോൾ ലെറ്റർ ഇ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ച് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. In 1897, British physicist J.J. Thomson measured the ratio of electrical charge to mass of electron by using cathode ray tube and applying electrical and magnetic field perpendicular to each other as well as to the path of electrons. ഇപ്പൊ എന്താണ് അയാൾ ചെയ്തത്? ഇപ്പൊ നമുക്കറിയാം കാഥോഡ് റേ ട്യൂബിൽ ഇതാണ് ഇവിടുന്ന് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് നമ്മുടെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കാഥോഡ് റേസ് പോകുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ അതിന്റെ പാത്തിനോട് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രോണിന്റെ പാത്തും ഇത് മൂന്നും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. അപ്പോൾ മൂന്നും ഓരോ ആക്സിസിലാണ്. ഇപ്പം നമ്മൾ ഇലക്ട്രോൺസ് പോകുന്നത് എക്സ് ആക്സിസിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തേക്കുന്നത് വൈ ആക്സിസിൽ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത് ഇസഡ് ആക്സിസ്. അപ്പൊ എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്തിട്ടാണ് ഈ ഇ ബൈ എം റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. When only electric field is applied, the electrons deviate from their path and hit the cathode ray tube at point A. ഇത് നമുക്കിവിടെ ഡയഗ്രമാറ്റിക്കലി കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഇവിടെ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് റേസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് കാഥോഡ് റേ അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. ഇപ്പൊ ഇതിനിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ എന്താണ് അത് പോസിറ്റീവ് ടെർമിനൽ അടുത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കാഥോഡ് റേ വരുന്നു, എന്താണ് എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് എത്തിയപ്പോൾ എന്താണ് പോസിറ്റീവ്ലി ചാർജ് ടെർമിനൽ സൈഡിലോട്ട് ഡിഫ്ലക്ട് ചെയ്തു. അതാണ് എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Okay. Similarly, when only magnetic field is applied, electron strikes the cathode ray tube at point C.
അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോ ഇലക്ട്രോൺസ് പോയിന്റ് സിയിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഫിസിക്സ് പഠിക്കുന്നതാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂള് എന്താണ്? അറിയാം, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ എന്താണ് 3 ഫിംഗേഴ്സ് പിടിക്കുന്നത്. ഇതൊക്കെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും. ഇത് മൂന്നും നമ്മൾ എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കും അല്ലേ? തമ്പ് ഇങ്ങനെയാണെങ്കിൽ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ. ഇത് മൂന്നും ഓരോന്നിന്റെ ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. തമ്പ് എന്ന് പറയുന്നത് ഫോഴ്സിനെയും ഫോർ ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയും മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി എല്ലാത്തിന്റെയും ഷോർട്ട് ലെറ്റേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഫോഴ്സ് എഫ്, മാഗ്നറ്റിക് ഫീൽഡ് ബി, കറണ്ട് ഐ. എഫ് ബി ഐ വെച്ച് നമുക്ക് ആലോചിക്കാം. എന്താണ് ഇവിടെ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും നമുക്കറിയാം നോർത്ത് ടു സൗത്ത് ആണ്. ഓക്കെ, അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് ആക്സസ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മൾ ഈ എക്സ്പെരിമെന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഡയറക്ഷനിലാണ് ദ നോർത്ത് സൗത്ത്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അത് നമ്മളിവിടെ ഈ ആക്സിസിൽ കൊടുക്കുന്നു മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമ്മൾ സർക്യൂട്ട് നോക്കുക. സർക്യൂട്ട് നോക്കുമ്പോൾ കാഥോഡ് ഇങ്ങനെ പോകുന്നു, പക്ഷെ കറണ്ട് ഡയറക്ഷൻ എങ്ങനെ? ഇവിടെ അതിന് ഓപ്പോസിറ്റ് ഉള്ള ഡയറക്ഷൻ ആണ്. ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. പോസിറ്റീവ് ടെർമിനൽ ഇതാണ്, നെഗറ്റീവ് ടെർമിനൽ ഇതാണ്. അപ്പം ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കറണ്ട് പോകുമ്പോൾ നമ്മുടെ കറണ്ട് ഡയറക്ഷൻ നേരെ തിരിച്ചു വരും. അപ്പോൾ ഇവിടുത്തെ ആക്സിസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. കറണ്ട് വരും. അപ്പൊ അകത്തേക്ക് കറണ്ട് വരുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫോഴ്സിന്റെ ഡയറക്ഷൻ മേലോട്ട് വരും. നമ്മൾ എന്താണ് ഇങ്ങനെ പിടിച്ചു നോക്കാം. 3 ഫിംഗേഴ്സ് വെച്ച് പിടിച്ചു നോക്കാം. നമ്മള് ബി നമ്മുടെ ഡയറക്ഷൻ നമ്മൾ നേരെ വെക്കുന്നു, കറണ്ട് ഇപ്പുറത്തെ എന്താണ് ലെഫ്റ്റ് സൈഡിലോട്ട് പിടിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തമ്പ് മേളിലോട്ട് വരും. അതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. പക്ഷെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന് ഒബേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നെഗറ്റീവ്ലി ചാർജ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ചാർജ് ആണ്. അപ്പം ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരും. എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജിന് ഫോഴ്സ് മേലോട്ടാണ് അനുഭവപ്പെടേണ്ടിയിരുന്നതെങ്കിൽ നെഗറ്റീവ്ലി ചാർജിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരെ താഴേക്ക് വരും. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണെന്നറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എയിലേക്ക് പോകാണ്ട് പകരം സി എന്ന പോയിന്റിലേക്ക് വന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് മാത്രം കൊടുക്കുമ്പോൾ ഡിഫ്ലക്ഷൻ സിയിലെത്തും. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് മാത്രം കൊടുക്കുമ്പോൾ ഡിഫ്ലക്ട് ചെയ്ത് ഇലക്ട്രോൺസ് എ എന്ന പോയിന്റിലെത്തും. ഇതാണ് ഓരോ ഫീൽഡും ഒറ്റയ്ക്ക് കൊടുക്കുമ്പോഴുള്ള ചേഞ്ചസ് നമ്മൾ കണ്ടത്. ഇനി എന്താ ചെയ്തത്? ബൈ carefully balancing the electrical and magnetic field strength, it is possible to bring back the electron to the path which it followed in the absence of electric or magnetic field, and they hit the screen at point B.
ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കാണ്ടിരുന്നപ്പോ അത് എന്താണ് ഇലക്ട്രോൺസ് എത്തേണ്ടിയിരുന്ന പോയിന്റ് ആണ് ബി. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ എന്താണ് കാഥോഡ് റേസ് മേലേക്ക് പോകും, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ കാഥോഡ് റേസ് താഴേക്ക് പോകും. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും എന്താണ് അവരുടെ മാഗ്നിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് ആ ഇലക്ട്രോൺസിനെ വീണ്ടും നമ്മൾ ബി എന്ന പോയിന്റിലേക്ക് വന്ന് അവിടെ എത്തിക്കുന്നു. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്ത് കാഥോഡ് റേസിന് വീണ്ടും ബി എന്ന പോയിന്റിലേക്ക് എത്തി. എന്ന് വെച്ചാൽ ആ രണ്ട് ഫീൽഡ് ഇല്ലാണ്ടിരുന്നപ്പോ എവിടെയാണ് തട്ടിയിരുന്നത് അവിടെ തന്നെ വീണ്ടും എത്തിച്ചു. ഓക്കെ, Thomson argued that the amount of deviation of the particles from their path in the presence of electrical or magnetic field depends upon. തോംസൺ എന്താണ് ഈ ചേഞ്ചസ് വരുത്തിയിട്ട് അവർ പറഞ്ഞു ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതാണ് ഇനി പറയുമ്പോൾ. The magnitude of the negative charge on the particle. Greater the magnitude of the charge on the particle, greater is the interaction with the electrical magnetic field, and thus greater is the deflection. അപ്പം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അനുഭവപ്പെടുന്ന ഫോഴ്സിനൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്, ഫിസിക്കൽ ടു ക്യു ഇ. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് വെളിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ എത്ര ഡിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് എന്താണ് മാറ്ററിന്റെ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ചാർജ് മാറുന്നതനുസരിച്ച് ഡിഫ്ലക്ഷന് മാറും, അതാണ് പറഞ്ഞത്. രണ്ടാമത് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ലൈറ്റർ ദി പാർട്ടിക്കിൾ ഗ്രേറ്റർ ദി ഡിഫ്ലക്ഷൻ. അപ്പം മാസ് കുറഞ്ഞ പാർട്ടിക്കിൾ ആണെങ്കിൽ എന്താണ് കൂടുതൽ ഡിഫ്ലക്ഷൻ കാണിക്കും, അപ്പൊ കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല നമുക്ക് എന്താണ് ഇക്വൽ ടു എം ബി സൈൻ തീറ്റ എന്ന് നമുക്കറിയാം. ഇവിടുത്തെ ഈ ഫോഴ്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇപ്പൊ ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് ഇവിടെ മാസ് കൂടുമ്പോൾ ഫോഴ്സ് കൂടുകയല്ലേ വേണ്ടത്. അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ആണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ മാസ് എന്തോ ആയിക്കോട്ടെ, ഒരു kg ഉള്ള സാധനമുണ്ട്, സോറി 1 ഗ്രാം അല്ലേ, kg വലിയ 1 ഗ്രാമുള്ള 2 ഗ്രാമുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. രണ്ടിനും ഒരേ ചാർജാന്ന് വിചാരിക്കുക. അപ്പൊ രണ്ടിനും ഉള്ളത് ഇപ്പം ഇതിന് 1e ചാർജ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 2e ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. സോറി, രണ്ടിനും ഒരേ ചാർജ്. അപ്പൊ ഇവിടെ 1e ആണെങ്കിൽ ഇപ്പുറത്തും 1e ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ രണ്ടിനും സെയിം ചാർജ് ആണ്, പക്ഷെ ഡിഫറെന്റ് മാസ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ രണ്ടിനും കിട്ടുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ എഫ് കിട്ടിയാൽ ഇവിടെയും എഫ് ആയിരിക്കും. അതിന് അനുഭവപ്പെടുന്ന ഡിഫ്ലക്ഷന്റെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടിനും ഈക്വൽ ആയിട്ടേ കിട്ടത്തുള്ളൂ, ഇല്ലേ? പക്ഷെ നമുക്കറിയാം ഫോഴ്സ് ഒരേപോലെ കിട്ടിയാലും ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ രണ്ട് പാർട്ടിക്കിൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ രണ്ടിനും ഒരേ ഫോഴ്സ് അനുഭവപ്പെടും. പക്ഷെ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യുന്ന ഏതായിരിക്കും? ഈ 1 ഗ്രാം മാസ് ഉള്ള സബ്സ്റ്റൻസ് ആയിരിക്കും 2 ഗ്രാം ഉള്ള സബ്സ്റ്റൻസിനേക്കാളും കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യുക. അപ്പൊ അതാണ് ഇവിടെ ഈ സ്ഥലത്താണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിഫ്ലക്ഷൻ വരുന്നത്. The mass of the particle, lighter the particle, greater the deflection. അതാണ് അവിടെ പറയുന്നത്. മൂന്നാമത്, the strength of the electrical or magnetic field. എന്താണ് ഇവിടെ ഫോഴ്സ് നമ്മൾ പറഞ്ഞു, രണ്ടും ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്താണ് എഫ് എന്ന് പറയുന്നത് ഇനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. The strength of the electrical or magnetic field. The deflection of electrons from its original path increases with increase in the voltage across the electrodes or the strength of the magnetic field. അപ്പൊ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ മാറുന്നതനുസരിച്ച് ഡിഫ്ലക്ഷനും മാറുന്നു. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. By carrying out accurate measurements on the amount of deflections observed by the electrons on the electric field strength or magnetic field strength, Thomson was able to determine the value of E/ms. E/m ന്റെ വാല്യൂ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി അയാൾ E/m എന്ന് പറയുന്ന
ക്വാണ്ടിറ്റിയുടെ വാല്യൂ അയാൾ എന്താണ് മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ചു. അതാന്ന് പറയുന്നത് എന്താണ് ഈ 1.758820 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇതാണ് E/M റേഷ്യോ അയാൾ കണ്ടുപിടിച്ചത്. ഇതെങ്ങനെയാണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ എക്സ്പെരിമെന്റിൽ കാഥോഡ് റേസ് വന്നപ്പോൾ നമ്മൾ ആദ്യം എ എന്ന പോയിന്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് മാത്രം സി എന്ന പോയിന്റിലേക്ക് കൊണ്ടുപോയി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രം കൊടുത്തപ്പോൾ ഡിഫ്ലക്ഷൻ സി എന്ന പോയിന്റിൽ എത്തി. എന്നിട്ട് എന്താണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്ത് എന്താണ് ബി എന്ന പോയിന്റിലേക്ക് എത്തി. എന്ന് വെച്ചാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും എന്താണ് ഈക്വൽ ആക്കി എന്താണ് കാഥോഡ് റേസിന് ബി എന്ന പോയിന്റിലേക്ക് എത്തി. ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്ത് ഫോഴ്സ് രണ്ടും അവിടെ ഈക്വൽ ആക്കി. അതാണ് അവിടെ അയാൾ ചെയ്തത്. അപ്പം ആ ഒരു ഫോഴ്സ് രണ്ട് ഈക്വൽ ആയാൽ ഡിഫ്ലക്ഷൻ 0 ആവും, നമുക്കറിയാം, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണ്. അപ്പം ആ രണ്ട് ഫോഴ്സ് ഈക്വൽ ആയപ്പോൾ QE ഈക്വൽ ടു MB എന്ന നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്കിവിടെ E/M ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഇക്വേഷനിലാണെങ്കിൽ Q/M റേഷ്യോ നമുക്ക് വേണ്ടത്. അത് B/E വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇപ്പൊ B/E മാറ്റി മാറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താണ് എപ്പോഴും E/M റേഷ്യോ ഒരേ സാധനം തന്നെ കിട്ടി. മാത്രമല്ല ഇയും ബി എന്ന് പറയുന്നത് നമ്മൾ തന്നെ കൊടുക്കുന്ന വാല്യൂസ് ആണ്. അപ്പൊ എത്ര ഇലക്ട്രിക് ഫീൽഡ് വേണം, എത്ര മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഇത് മാറ്റി മാറ്റി എങ്ങനെ ചെയ്തപ്പോഴും എന്താണ് ഈ Q/M എന്ന റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നു. അപ്പൊ ആ Q/M റേഷ്യോന്റെ വാല്യൂ ആണ് ഇവിടെ തന്നേക്കുന്നത്. എന്താണ് 1.758820 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ME എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻ kg. D is the magnitude of charge on the electron in coulomb. Since electrons are negatively charged, the charge on electron is -E. Negatively charge ഉണ്ട്, ചാർജിനെ -E എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ അത്രയാണ് ഈ E/M റേഷ്യോ അത് തോംസൺ കണ്ടുപിടിച്ചതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത എന്താണ് E/M റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു E/M എന്താണ് ചാർജ് അല്ലെങ്കിൽ മാസ് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മറ്റേ ക്വാണ്ടിറ്റി നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്ക് ഓൾറെഡി E/M റേഷ്യോ അറിയാം. അപ്പൊ അതിൽ നിന്ന് മാസോ ഇലക്ട്രോണിന്റെ ചാർജോ ഏതെങ്കിലും ഒന്ന് കിട്ടിയാലും മറ്റേ വാല്യൂ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഇപ്പൊ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ അതാരാണ് കണ്ടുപിടിച്ചത്? R.A. മിലിക്കൻ. ഏത് എക്സ്പെരിമെന്റിലൂടെ? എക്സ്പെരിമെന്റിന്റെ പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഇത് വെച്ചാണ് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്താന്ന് അടുത്ത പേജിൽ ഈ ടേബിളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം എന്താ നോക്കാം. In this method, oil droplets in the form of mist produced by the atomizer were allowed to enter through a tiny hole in the upper plate of electrical condenser. എന്താണ് ഇവിടെ? ഇതാണ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോപ്ലെറ്റ്സിനെ നമ്മൾ ഇതിലൂടെ കടത്തിവിട്ടു. അപ്പൊ എന്താണ് പറയുന്നത്? ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദി ഫോം ഓഫ് മിസ്റ്റ്. അപ്പം ഓയിൽ ഡ്രോപ്ലെറ്റ്സ് നമ്മൾ മിസ്റ്റിന്റെ രൂപത്തിൽ ഇങ്ങനെ കടത്തിവിട്ടു. മിസ്റ്റ് എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഈ മിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? അറ്റോമൈസർ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ആണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അറ്റോമൈസർ എന്ന് പറയുന്നത് നമ്മുടെ ഓയിലിനെ ഒരു മിസ്റ്റ് രൂപത്തിൽ നമ്മുടെ അപ്പാരറ്റസിന് ഉള്ളിലേക്ക് കൊണ്ടുവന്നു. The downward motion it was allowed to enter through a tiny hole in the upper plate of electrical condenser. The downward motion of these droplets was viewed through the telescope equipped with a micrometer eyepiece. By measuring the rate of fall of these droplets, Millikan was able to measure the mass of oil droplets. The air inside the chamber was ionized by passing a beam of X-rays through it. The electrical charge on these oil droplets was acquired by collisions with gaseous ions. The fall of these charged oil droplets can be retarded, accelerated, or made stationary depending upon the charge on the droplets and polarity and strength of the voltage applied to the plate. ഇവിടെ എന്താണ് ചെയ്തത്? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ അറ്റോമൈസർ എന്ന
എന്ന ഉപകരണം വെച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഓയിലിനെ മിസ്റ്റിന്റെ രൂപത്തിൽ കടത്തി കിട്ടും. അതിനകത്ത് ഈ അപ്പാരറ്റസിനകത്ത് ഗ്യാസ് പുറത്തേക്ക് വിടും. ഈ ഇജക്റ്റഡ് ഇലക്ട്രോൺസ് പോയി ആരെടുത്തോട് നിൽക്കും? നമ്മളെ ഓയിൽ ഡ്രോപ്ലെറ്റ്സിലേക്ക് പോയി കയറും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം ഓയിൽ ഡ്രോപ്ലെറ്റ് ഈ ഹോളിലൂടെ അകത്തേക്ക് വരുന്നു. ഓക്കെ, അകത്തേക്ക് വരുന്നു. അകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ എന്താണ് ഇവിടെ ഒരു ചാർജ് പ്ലേറ്റ്, പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓയിൽ ഡ്രോപ്ലെറ്റ്സിൽ എന്താണ് ചിലപ്പോൾ ചില ഓയിൽ ഡ്രോപ്ലെറ്റ്സിൽ എന്താണ് ഒന്ന് ഹൈപ്പത്തേക്ക് സ്പീക്ക് നമുക്ക് ഒരു 3 ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരേ സൈസുള്ള 3 ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരേ സൈസ് ആയിരിക്കും, പല സൈസിലേക്ക് നമുക്ക് 3 ഒരേ സൈസിലുള്ള കിട്ടിയെന്ന് വിചാരിക്കാം. 3ലും വേറെ വേറെ ചാർജ് ആണെന്ന് വിചാരിക്കും. ഇതിനകത്ത് 1E ആണെങ്കിൽ ഇതിനകത്ത് 2E, ഇതിനകത്ത് 3E, അങ്ങനെയുള്ള ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഡിവൈസിലൂടെ ഇത് താഴോട്ട് വീണോണ്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രോൺസ് കിട്ടിയത് ഗ്യാസസിൽ നിന്നാണ്, നമ്മൾ എക്സ്റേ വിട്ടതുകൊണ്ട്. ഇത് താഴോട്ട് വീണോണ്ടിരിക്കുക. നമുക്ക് എന്താണ് മേലൊരു ഓക്കെ. അപ്പൊ അതിനകത്തൊരു ഒപ്പം പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ്. ഈ ഓയിൽ ഡ്രോപ്ലെറ്റ്സിൽ എന്താണ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ എന്താണ് ഇലക്ട്രോൺസ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്കറിയാം പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് തമ്മിൽ ഒരു അട്രാക്ഷൻ കാണും അല്ലേ? ഒരേ മാസുള്ള ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ആദ്യം ഒരേ മാസുള്ള ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ചിന്തിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ചിന്തിക്കാം. ഒരു 2E എന്താണ് 2E എന്ന ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ അവിടെ എന്തായിരിക്കും? ഫോഴ്സ് എന്ന് പറയുന്നത് ഫിക്കൽ ടു QE എന്ന് പറയുമ്പോൾ 2E × E ആയിരിക്കും. ഈ ഫോഴ്സ് എന്താണ്? ഈ മാസ് ഓഫ് ദി ഡ്രോപ്ലെറ്റ് ഇക്വേറ്റ് ചെയ്താൽ എന്ത് പറ്റും? ആ ഡ്രോപ്പ് എന്താണ് ഇപ്പൊ താഴോട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മേലോട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇത് രണ്ട് ഈക്വൽ ആയാൽ എന്താ? ഈ ചേംബറിനകത്ത് ഈ ഡ്രോപ്ലെറ്റ് ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും അല്ലേ? ഓക്കെ, അപ്പം 3E ചാർജ് ഉള്ളത് എന്തായിരിക്കും? 3E ചാർജ്. ഇപ്പൊ 2E ചാർജ് ഉള്ളത് സ്റ്റേഷനറി ആയിട്ട് നിന്നാൽ 3E ചാർജ് ഉള്ളപ്പോ എന്തായിരിക്കും? 3E ചാർജ് ഓബിയസ്ലി മേലേക്ക് പോകും. കാരണം ഫോഴ്സ് കൂടുതലാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും അത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പൊ അതേസമയം 1E ചാർജ് ഉള്ള ഡ്രോപ്ലെറ്റ് അവിടെ എന്താ സംഭവിക്കുക? അവിടെ എന്താണ് നമുക്കറിയാം, അവിടെ FG എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ FE ആണ്. അതുകൊണ്ട് അത് താഴേക്ക് പോകും. പക്ഷെ എന്താണ് ഫ്രീ ഫോൾ ആയിരിക്കത്തില്ല, പക്ഷെ താഴേക്ക് പോകും. സാധാ ഫ്രീ ഫോളിന്റെ അത്രയും റേറ്റിൽ പെട്ടെന്ന് താഴേക്ക് പോകത്തില്ല. എന്താണ് ഡീസലറേഷൻ ആണ്, പയ്യെ താഴേക്ക് പോകും. 3E എന്ന് പറയുന്നത് മേലേക്ക് പോകും. 2E എന്ന് പറയുന്നത് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. ഇതാണ് ഇത്തിരി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല വേറെ വേറെ സൈസുള്ള ഡ്രോപ്ലെറ്റ്സ് കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം സൈസ് മാറുന്നതനുസരിച്ച് ഇപ്പം എന്താ മാസ് വ്യത്യാസം വരും. ഇപ്പൊ ഒന്ന് ചെറുത്, ഒന്നൊരു മീഡിയം സൈസ്, ഒന്ന് വലുത് നിൽക്കാം. ഇതിന് 3ന് ഈക്വൽ ചാർജ് ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് E × E ആയിരിക്കും. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ വ്യത്യാസമുണ്ട്. എന്താണ്? ഇതിന് M1, ഇതിന് M2, ഇതിന് M3 ആണെങ്കിൽ അത് മാസിന് ഡിപ്പെൻഡ് ചെയ്ത് മാറും. ഇവിടെയും സെയിം ആയി ചിന്തിക്കുക. M2 മാസ് ഉള്ളതിനെ ബാലൻസ് ചെയ്യാൻ പറ്റി എന്ന് വെച്ചാൽ ഇവിടെ FE = FG ആയാൽ നമുക്കറിയാം M3 എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും? താഴോട്ട് പോകും. M1 എന്ന് പറയുന്നത് മേലേക്കും പോകും. ഇതാണ് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ബേസിസ് എന്ന് പറയുന്നത്. By carefully measuring the effects of electrical field strength on the motion of oil drop. ഈ എക്സ്പെരിമെന്റ് ഒരു കുറെ വട്ടം ചെയ്ത് കാണും. അങ്ങനെ ആയിരിക്കും ഇതിന്റെ ഒക്കെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്തപ്പോ എന്താണ് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത്? The magnitude of electrical charge Q on the droplet is always an integral multiple of the electrical charge E. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് കേസ് സിനറേഷൻ പറയാം. അപ്പൊ എന്താണ്
ഈ ഓയിൽ ഡ്രോപ്ലെറ്റ്സിലുള്ള ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ എന്ന് വെച്ചാൽ എൻ ഇ ഇതായിരിക്കും. അല്ലാണ്ട് ഇതായിരിക്കും ഈ ഓരോ ഡ്രോപ്ലെറ്റിലുള്ള ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അല്ലാണ്ട് n/2 അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷനേറ്റഡ് ചാർജിന്റെ പ്രസൻസ് അവിടെ ഇല്ല. അപ്പം ഇ എന്ന് പറയുന്നതാണ് ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൽ നിന്നായി കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പൊ അതിൽ നിന്ന് ഇയുടെ വാല്യൂ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഇയുടെ വാല്യൂ അറിയാം എന്താണ് 1.6 into 10⁻⁻⁹ ആണ് ഇവിടെ. പിന്നെ ആ ഈ എക്സ്പെരിമെന്റിലൂടെ അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ചാർജിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ചാർജിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് E/m റേഷ്യോയിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇലക്ട്രോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ മാസും കണ്ടുപിടിക്കാൻ പറ്റിയത്. E/m റേഷ്യോ കണ്ടുപിടിച്ചത് തോംസണും എന്റെ ചാർജ് കണ്ടുപിടിച്ചത് ഏത് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വെച്ചു. ഡിസ്കവറി ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. Electrical discharge carried out in the modified cathode ray tube led to the discovery of canal rays carrying positively charged particles. ഇപ്പൊ എന്താണ് മോഡിഫൈഡ് കാഥോഡ് റേ ട്യൂബിൽ എക്സ്പെരിമെന്റ് നടത്തി. അതിലൂടെ ഉണ്ടാക്കിയ എന്താണ് അതിലൂടെ കണ്ടുപിടിച്ചാണ് എന്താണ് നേരത്തെ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് റേസ് പോകുന്നു പറഞ്ഞു. അതേപോലെ സിമിലർലി ആനോഡിൽ നിന്ന് എന്താണ് കാഥോഡിലേക്കും പാർട്ടിക്കിൾസ് പോകുന്നതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ ഈ എക്സ്പെരിമെന്റിൽ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റിൽ നമുക്കറിയാം അതിനകത്ത് നേരത്തെ പറയുന്നു ഇതിനകത്ത് പ്രഷർ നമ്മൾ കുറച്ച്, പക്ഷെ അതിനകത്ത് എന്താണ് ഒരു ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഗ്യാസസ് അയോണൈസൈസ് ചെയ്താണ് ഇലക്ട്രോൺസിനെ വിട്ടത്. അപ്പൊ എന്താ അയോണൈസ് ചെയ്തിട്ടുള്ള പോസിറ്റീവ്ലി ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിന്റെ പാർട്ടിക്കിൾസ് ഒരു പോസിറ്റീവ്ലി ചാർജ് കാണും. അപ്പൊ ഗ്യാസ് നമ്മൾ എക്സ് എന്ന് വിളിച്ചാല് ഇതിനകത്ത് മൊത്തം എന്താണ് ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ എക്സ് പ്ലസ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് എന്താണ് അത് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിലേക്ക് നീങ്ങും. ഇങ്ങനെ പോസിറ്റീവ്ലി ഇങ്ങനെ ആനോഡിൽ നിന്ന് കാഥോഡിന്റെ സൈഡിലേക്കും കുറെ റേസ് പോകുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ റേസിനെയാണ് നമ്മൾ കനാൽ റേസ് എന്ന് വിളിച്ചത്. പക്ഷെ കനാൽ റേസിന് കുറച്ച് പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് കനാൽ റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി, അൺലൈക്ക് കാഥോഡ് റേസ് മാസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ ദി കാഥോഡ് റേ ട്യൂബ്. കാരണം എന്താണ് നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു സബ് പാർട്ടിക്കിൾ അത് എല്ലാ ആറ്റത്തിലും ഒരേപോലെയാണ്. പക്ഷെ ഇവിടെ ഉണ്ടായ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് ബാക്കി വന്ന ഗ്യാസിന്റെ പോസിറ്റീവ്ലി ചാർജ് ഗ്യാസ് ആറ്റം, അതാണ് ഇവിടെ ഉണ്ടായ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ. അപ്പൊ അതിന്റെ മാസ് എന്ന് പറയുന്നത് ഏത് ഗ്യാസ് ആണോ എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ മാസ് എല്ലാ കാഥോഡ് എന്താണ് കനാൽ റേസിന്റെ സെയിം ആയിരുന്നു. അതാണ് ഫസ്റ്റ് ഫൈൻഡിങ് എന്ന് പറയുന്നത്. കാരണം ദീസ് ആർ സിംപ്ലി പോസിറ്റീവ്ലി ചാർജ്ഡ് ഗേഷ്യസ് അയോൺസ്. Okay. The charge to mass ratio of the particles depends on the gas from which these originate. കാരണം എന്താണ് മാസ് എന്ന് പറയുന്നത് എന്താണ് ഏത് ഗ്യാസാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഏത് ഗ്യാസ് ആണ് എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ചാർജ് ബൈ മാസ് റേഷ്യോ അതിനനുസരിച്ച് മാറും. Some of the positively charged particles carry a multiple of the fundamental unit of electrical charge. കാരണം എന്താ ഗ്യാസിന് എന്താണ് ഒരു ഇലക്ട്രോൺ പോയാലും യൂണി പോസിറ്റീവ് ആയിരിക്കും, 2 ഇലക്ട്രോൺ പോയാലും എന്താണ് 2+ ചാർജ് വരും. അപ്പൊ അങ്ങനെ എത്ര ഇലക്ട്രോണെ കളയുന്ന അതിനനുസരിച്ച് അത്രയും പോസിറ്റീവ് ചാർജ് വരും. അതാണ് ഇവിടെ പറയുന്നത്. സം ഓഫ് ദി പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ക്യാരി എ മൾട്ടിപ്പിൾ ഓഫ് ദി ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ്. The behavior of these particles in the magnetic or electric field is opposite to that observed for electron or cathode ray. നേരത്തെ ഈ എക്സ്പെരിമെന്റിൽ എന്താണ് കാഥോഡ് റേ വന്നപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എന്താണ് ഇലക്ട്രോൺസ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് നമുക്കറിയാം. അതല്ല പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ എന്തേ നേരെ തിരിഞ്ഞു വന്നേനെ. ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നെങ്കിൽ ആ റേസ് സിയിൽ എത്തിയേനെ. പിന്നെ ഡയറക്ഷൻ
നേരെ തിരിഞ്ഞേനെ. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇപ്പൊ എന്താ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് അത് നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വന്നേനെ. അപ്പൊ നെഗറ്റീവ്ലി ചാർജ് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഡിഫ്ലക്ഷൻ താഴേക്കും, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ മേളിലേക്കും വന്നേനെ. അപ്പൊ ഇവിടെ അങ്ങനെ ആയിരുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ നമ്മുടെ പാർട്ടിക്കിൾസ് കനാൽ റേസ് എ എന്ന പോയിന്റിൽ എത്തിയേനെ. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ സി എന്ന പോയിന്റിൽ എത്തിയേനെ. അപ്പൊ അതാണ് ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പം ഇലക്ട്രോൺസ് എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കനാൽ റേസ് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ ഉള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. The smallest and lightest positive ion was obtained from hydrogen and was called proton. അപ്പം ഹൈഡ്രജൻ ഗ്യാസ് എന്താണ്, ഹൈഡ്രജൻ ഗ്യാസ് അയണൈസ് ചെയ്തു, എന്താണ് H പ്ലസും ഒരു ഇലക്ട്രോണും ഉണ്ടായി. ഹൈഡ്രജൻ ഗ്യാസ് എടുത്തപ്പോൾ ഉണ്ടായ ഈ പാർട്ടിക്കിളിനെയാണ് നമ്മൾ പ്രോട്ടോൺ എന്ന് വിളിച്ചത്. അതാണ് ഏറ്റവും മാസ് കുറഞ്ഞ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. This positively charged particle was characterized in 1919. 1919 ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന ക്യാരക്ടറൈസ് ചെയ്തതെന്നാണ് പറയുന്നത്. Later a need was felt for the presence of electrically neutral particle as one of the constituent of atom. ഇപ്പൊ എന്താണ്, ആറ്റത്തിൽ ഈ പോസിറ്റീവും നെഗറ്റീവും ചാർജ് പാർട്ടിക്കിൾ അല്ല, ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഉണ്ടാവണം. അങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രോൺസിനെ ഡിസ്കവർ ചെയ്യുന്ന ആരാണ്? ചാഡ്വിക്. നമ്മൾ ബോർഡ് എക്സാം വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് ഈ ആരാണ് കണ്ടുപിടിച്ചെന്നുള്ള അത്ര സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ എൻട്രൻസ് ബേസ്ഡ് വരുമ്പോൾ ആരാണ് കണ്ടുപിടിച്ചത്, ഏത് എക്സ്പെരിമെന്റ് വെച്ചാണ് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അതെല്ലാം പറയാം. അപ്പൊ ഇതെങ്ങനെയാണ് ചാഡ്വിക് കണ്ടുപിടിച്ചത്? ഒരു ബെറിലിയൻ ഷീറ്റിനെ ആൽഫ പാർട്ടിക്കിൾ വെച്ച് ബോംബാർഡ് ചെയ്താണ് ന്യൂട്രോൺസിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചത്. അയാൾക്ക് അവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റിയത്? When electrically neutral particles having a mass slightly greater than that of protons, പ്രോട്ടോൺസിനെക്കാളും കുറച്ച് മാസ് അധികമുള്ള പാർട്ടിക്കിൾസ്, എന്താണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസിന് ബെറിലിയൻ ഷീറ്റിൽ ബോംബാർഡ് ചെയ്തപ്പോൾ പ്രോട്ടോൺസിനെക്കാളും മാസ് കൂടിയ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റി. അപ്പൊ ആ പാർട്ടിക്കിൾസിനെ അയാൾ ന്യൂട്രോൺസ് എന്ന് വിളിച്ചു. ഈ പാർട്ടിക്കിൾസിന്റെ എല്ലാം പ്രോപ്പർട്ടീസ് ടേബിളിൽ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ്, പ്രോട്ടോണിന്റെ ചാർജ്, ന്യൂട്രോണിന്റെ ചാർജ്. ന്യൂട്രോൺ ന്യൂട്രൽ ആയതുകൊണ്ട് ചാർജ് 0. എല്ലാത്തിന്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്താണ് ഇത്രയും വലിയ വാല്യൂസ് ഇല്ല. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁹, പ്രോട്ടോണിന്റെ 1.6 × 10⁻⁹. പിന്നെ മാസ് ആണെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ തമ്മിൽ. പക്ഷേ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എസെൻഷ്യലി 1.67 × 10⁻⁻27 അടുത്തേ ചെയ്യാറുള്ളൂ. പിന്നെ ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻⁻30. അപ്പൊ ഈ വാല്യൂസും എല്ലാം അറിഞ്ഞിരിക്കും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ, അത് എന്തായാലും ആവശ്യം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റോമിക് മോഡൽസ് ആണ്. അപ്പൊ നമ്മൾ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പം ഇത് ആറ്റത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എങ്ങനെയാണ് ആറ്റത്തിൽ ഉള്ളത്, ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പലതരം അറ്റോമിക് മോഡൽസ് കൊണ്ടുവന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ അടുത്ത പഠിക്കാൻ പോകുന്നത്. Observation obtained from the experiments mentioned in the previous sections have suggested that Dalton's indivisible atom is composed of subatomic particles carrying positive and negative charge. അപ്പൊ ഡാൾട്ടൺ പറഞ്ഞത് എന്താണ്, എല്ലാ ആറ്റത്തിന്റെയും എന്താണ് ഏറ്റവും സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആയിരുന്നു. ആറ്റത്തിന് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ച ആറ്റത്തിനകത്തും വേറെ സബatomic പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു പാർട്ടിക്കിൾസ്. ഇപ്പൊ ഇങ്ങനെ സബatomic പാർട്ടിക്കിൾസ് കൊണ്ടുവന്നപ്പോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് എന്തൊക്കെയാണ്? The major problems before the scientists after the discovery of subatomic particles were: ഒന്ന്, ഇപ്പം പോസിറ്റീവ് നെഗറ്റീവ് ചാർജുണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ആദ്യം എന്താണ്, ഇതുണ്ടായിട്ടും ആറ്റം എങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ടു അക്കൗണ്ട് ഫോർ ദി സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. രണ്ട്, ടു കമ്പയർ ദി ബിഹേവിയർ ഓഫ് എലമെന്റ്സ് ഇൻ ടേംസ് ഓഫ്
both physical and chemical properties. മൂന്ന്, to explain the formation of different kinds of molecules by the combination of different atoms to understand the origin and nature of the characteristics of electromagnetic radiation absorbed or emitted by atoms. അപ്പൊ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് അറ്റോമിക് മോഡൽസിന്റെ ആവശ്യകത വന്നു. Different atomic models were proposed to explain the distribution of these charged particles in the atom. Although some of these models were not able to explain the stability of atoms, two of these models, one proposed by J.J. Thomson and the other proposed by Ernest Rutherford, are discussed. അപ്പം ഈ സബോർഡിനേറ്റ് പാർട്ടിക്കിൾ ആറ്റത്തിൽ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു നമുക്ക് പറയാൻ വേണ്ടി ഒരുപാട് മോഡൽസ് കൊണ്ടുവന്നു. പക്ഷെ സ്റ്റെബിലിറ്റിയെ കൺസിഡർ ചെയ്ത് കൊണ്ടുവന്ന രണ്ട് മോഡൽസ് ആയിരുന്നു ആരുടെ, നമ്മുടെ തോംസന്റെയും റൂദർഫോർഡിന്റെയും. അപ്പൊ ആ മോഡൽസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. അത് നമ്മൾ തോംസന്റെ മോഡൽ ഓഫ് ആറ്റം. അപ്പം J.J. Thomson ഇത് 1898 ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. എന്താണ്, ആറ്റം പൊസസസ് സ്ഫെറിക്കൽ ഷേപ്പ്. അപ്പം ഒരു 10⁻⁻10 മീറ്റർ റേഞ്ചിലുള്ള സ്ഫെറിക്കൽ ഷേപ്പാണ് ആറ്റത്തിനുള്ളതെന്നാണ് പറയുന്നത്. ഇൻ വിച്ച് ദി പോസിറ്റീവ് ചാർജ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ദി ഇലക്ട്രോൺസ് ആർ എംബഡഡ് into it in such a manner as to give the most stable electrostatic arrangement. ഇതെന്താണ് പറയുന്നത്, തോംസന്റെ മോഡൽ പറയുന്നത് എന്താ, ആറ്റം ഒരു സ്ഫിയർ ആയിട്ട് നിൽക്കുന്ന ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്. ഓക്കെ, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ഇവിടെ ഉണ്ട്. ഓക്കെ, അതില് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എംബഡ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഈ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജിനെ ഈ എംബഡ് ചെയ്തേക്കുന്ന നെഗറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യുന്നു. അതായിരുന്നു തോംസന്റെ ആറ്റത്തിന്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പലതരം പേരുകളുണ്ട്. എന്തൊക്കെയാണ്, പ്ലം പുഡിംഗ് മോഡൽ. എന്താണ് പുഡിങ്ങിലുള്ള പ്ലം, അല്ലെങ്കിൽ വാട്ടർമെലൺ റേസിംഗ് പുഡിംഗ് ഓർ വാട്ടർമെലൺ മോഡൽ. ഇപ്പൊ തന്നെ നമ്മൾ വാട്ടർമെലൺ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് സീഡ്സ് ആണ് ഇവിടെ ഇലക്ട്രോൺസിനെ ഡിനോട്ട് ചെയ്യുന്നത്. വാട്ടർമെലിന്റെ ആ റെഡ് പാർട്ട്, വാട്ടർമെലൺ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ള റെഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ഫിയറാണ്. This model can be visualized as a pudding or watermelon of positively charged with plums or seeds embedded into it. അതാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞത്. An important feature of this model is that the mass of the atom is assumed to be uniformly distributed over the atom. ഇവിടെ എന്താണ്, ഈ മോഡലില് ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് ആ സ്ഫിയറുടെ എല്ലായിടത്തും യൂണിഫോം മാസ് ആയിരിക്കും ആറ്റത്തിന് ഉണ്ടാകുമെന്നാണ് ഈ മോഡലിൽ പറയുന്നത്. അത് ശരിയല്ല, നമ്മൾ പിന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മോഡൽ വന്ന സമയത്ത് അതാണ് അസ്യൂം ചെയ്യുന്നത്. Although this model was able to explain the overall neutrality of the atom, but was not consistent with the results of later experiments. അപ്പം ഈ ആറ്റത്തില് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, പോസിറ്റീവ് ചാർജ്ഡ് സ്ഫിയറിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആണ് തെമ്പടിലേക്ക് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കണ്ടുപിടുന്ന ഈ മോഡൽ പ്രപ്പോസ് ചെയ്തത് എന്താണ്, Thomson was awarded Nobel Prize for Physics in 1906 for his theoretical and experimental investigations on the conduction of electricity by gas. അപ്പൊ എന്താണ്, ഗ്യാസസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിന് ആ എക്സ്പെരിമെന്റ്സിന്റെ ബേസിൽ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കാഥോഡ് റേസ് കണ്ടുപിടിച്ചത്. അതിനൊക്കെ വേണ്ടി എന്താണ് തോംസണിന് നോബൽ പ്രൈസ് കിട്ടിയിരുന്നു. നമ്മൾ തോംസന്റെ മോഡൽ ഓഫ് ആറ്റം പറയുമ്പോൾ എന്താണ് പേരുകൾ പറയുമ്പോൾ പ്ലം പുഡിംഗ് ഉണ്ട്, ഈ വാട്ടർമെലൺ മോഡൽ, ഈ റേസിംഗ് പുഡിംഗ്. അപ്പം ഈ 3 പേരുകളാണ് ഉണ്ടായത്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റമാണ്. അപ്പൊ അതിന്നും മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം നമുക്കിന്നില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്ന് പഠിച്ചൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. അപ്പൊ അത് നമ്മള്
പറഞ്ഞത് എന്താണ്? ആദ്യം ആറ്റം ആണ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിരുന്നു. അത് എന്താണ് 400 BC ആ കാലഘട്ടം തൊട്ടേ ആറ്റം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് തിയററ്റിക്കലി പ്രൂവ് ചെയ്യാനുള്ള എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി അന്നില്ലായിരുന്നു. പിന്നെയാണ് 19th സെഞ്ചുറിയിലും 20th സെഞ്ചുറിയിലും ആണ് അറ്റോമിക് തിയറി ഓഫ് മാറ്റർ കൊണ്ടുവന്നത്. ഡാൽട്ടൺ അറ്റോമിക് തിയറി വന്നിരുന്നു. ഇന്ന് ഡാൽട്ടൺ അറ്റോമിക് തിയറി എന്താണ്? മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എന്താണ്? എല്ലാ മാറ്ററും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആറ്റംസ് എന്ന് വിളിക്കുന്ന പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ ആറ്റംസ് തന്നെ ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആറ്റം എന്ന വാക്ക് ഇവിടുന്ന് വന്നത് നമ്മൾ പറയുന്നത് അറ്റോമിയോ ഗ്രീക്ക് വേർഡ് അതെന്ന് പറയുന്നത് അൺകട്ടബിൾ അല്ലെങ്കിൽ നോൺ ഡിവിസിബിൾ, അതായിരുന്നു അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് ആറ്റത്തിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്താണ് അതിലേക്ക് വീണ്ടും ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എന്ന പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പിന്നീട് കണ്ടുപിടിച്ചു. അപ്പം ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ച എന്താണെന്നുള്ള കാഥോഡ് ഡിസ്ചാർജ് ട്യൂബ് നടത്തിയിരുന്ന നമ്മുടെ ഫാരഡേ. കാഥോഡ് എന്താണ് ഒരു ഗ്ലാസ് ട്യൂബാണ് ഈ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. അതിനകത്തേക്ക് നമ്മളൊരു വാക്വം പമ്പിൽ കണക്ട് ചെയ്തിരിക്കും. അപ്പൊ ഇതിനകത്തേക്കുള്ള പ്രഷർ കുറയ്ക്കുന്നു. പിന്നെ അക്രോസ് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നു. ഹൈ വോൾട്ടേജ് ആയിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. കാഥോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്, ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്. നേരെ തിരിച്ച് കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്, ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് കുറച്ച് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് പോകുന്നുണ്ട് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് കാണിച്ചത് നമുക്ക് കാണാൻ പറ്റില്ല. അതിന് പകരം വേണ്ടി നമ്മൾ ആനോഡിന്റെ പിറകിൽ ഒരു ഫോസ്ഫറസ് മെറ്റീരിയലിൽ സിങ്ക് സൾഫൈഡ് നമ്മൾ കോട്ട് ചെയ്തു. അപ്പൊ കാഥോഡ് റേസ് പെർഫറൈഡിലുള്ള ആനോഡ് ഇലക്ട്രോഡിലൂടെ പോകുമ്പോൾ ഈ സിങ്ക് സൾഫൈഡിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഒരു ഫ്ലൂറസെൻസ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ റേസ് പോകുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത്. നമ്മൾ പറഞ്ഞു കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിന്റെ ഇ ബൈ റേഷ്യോ കണ്ടുപിടിച്ചത് തോംസൺ ആണ് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു? ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത് ഇ ബൈ റേഷ്യോ കണ്ടുപിടിച്ചു. എന്നിട്ട് ചാർജ് ഇലക്ട്രോണിലുള്ള ചാർജ് കണ്ടുപിടിച്ച ആരാണ്? ആർ എ മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വെച്ചാണ് കണ്ടുപിടിച്ചത്. അപ്പം അത് കണ്ടുപിടിച്ചപ്പോൾ മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഇ ബൈ റേഷ്യോ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ചാർജ് കണ്ടുപിടിച്ചുകൊണ്ട് മാസ് ഓഫ് ദി ഇലക്ട്രോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെ പ്രോട്ടോണും ന്യൂട്രോണും, പ്രോട്ടോൺസ് നമ്മൾ കനാൽ റേസ്, കാഥോഡ് റേസ് കാഥോഡിൽ നാനോഡിൽ പോകുന്ന പോലെ കാഥോഡിലേക്കും കുറച്ച് റേസ് വരുന്നുണ്ട്. അതാണ് കനാൽ റേസ് എന്ന് വിളിച്ചത്. അതിന്റെ പ്രോപ്പർട്ടീസ് പക്ഷെ വളരെ ഡിഫറെന്റ് ആയിരുന്നു. ചാർജ് പോസിറ്റീവ് ആയിരുന്നു. അത് ഏത് ഗ്യാസാണ് നമ്മൾ ട്യൂബിൽ എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രോപ്പർട്ടീസ് വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം ന്യൂട്രോൺസിന്റെ ഡിസ്കവറി നമ്മൾ പറഞ്ഞു. ചാഡ്വിക് ഏതാണ് നമ്മുടെ ബെർലിൻ ഷീറ്റിലേക്ക് ആൽഫ പാർട്ടിക്കിൾ ബോംബാർഡ് ചെയ്ത് അതും പറഞ്ഞു. പിന്നെ നമ്മൾ അറ്റോമിക് മോഡൽസ് വെച്ച് തുടങ്ങി. കാരണം എന്താണ് ആറ്റത്തിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഇത് എങ്ങനെയാണ് നിൽക്കുന്നത്, ഇതെങ്ങനെയാണ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്, റേഡിയേഷൻ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്, എന്താണ് അബ്സോർപ്ഷനും റേഡിയേഷനും ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കുറെ മോഡൽസ് വന്നു. അപ്പൊ അതിനകത്ത് ആദ്യം ചാർജ് ആറ്റത്തിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി പറയുന്ന രണ്ട് മോഡൽസ് ആണ് നമ്മുടെ തോംസണും റൂദർഫോർഡും കൊണ്ടുവന്നത്. ഇപ്പൊ തോംസന്റെ മോഡൽ ഓഫ് ആറ്റത്തെ നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർമെലൻ മോഡൽ, റേസിൻ പുഡിംഗ് മോഡൽ എന്ന് പല പേരുകൾ പറഞ്ഞു. അതെന്താണ് ചെയ്തത്? നമ്മുടെ ആറ്റത്തിന് ഒരു പോസിറ്റീവ്ലി യൂണിഫോം മാസ് ഉള്ള ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്തു. അതിനകത്തേക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസിനെ എംബഡ് ചെയ്തിരിക്കുന്നു. ഇതിനെ പോലെ ഒരു പ്ലം പുഡിങ്ങിലുള്ള റേസിൻസിനെ പോലെ അല്ലെങ്കിൽ വാട്ടർമെലൻസിലുള്ള സീഡ്സിനെ പോലെ ഇലക്ട്രോൺസിനെ എംബഡ് ചെയ്തിരിക്കുന്നു. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിനെ ഈ എംബഡ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ബാലൻസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ആറ്റത്തിൽ ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റവും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ്. താങ്ക് യു.